നടത്തി സലാം ഫൈസ് ഒളവട്ടാർ സംസാരിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. صدق الله العلي العظيم. സമാദരണീയരായ അധ്യക്ഷർ ഉസ്താദ് അവറുകളെ, വേദിയിലെ മഹാന്മാരായ പണ്ഡിതന്മാരും പ്രഭാഷകരും, സദസ്സിലെ സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരരായ നേതാക്കളെ, അൽഹംദുലില്ലാഹ് സംസ്ഥയുടെ 90 വർഷത്തെ അജയ്യമായ പാരമ്പര്യത്തിന്റെ നിറവിൽ ഇവിടെ ആരംഭിക്കുന്ന ഈ മഹത്തായ സന്ദർഭത്തിന്റെ സമാരംഭമായി ഇസ്ലാമിനെ പറ്റി നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം എന്തു പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇസ്ലാം ആദ്യമായും അഭിമാനമുള്ള ഒരു പ്രസ്ഥാനമെന്നതുകൊണ്ട് തന്നെ, ആത്മാഭിമാനമുള്ള ആത്മബോധമുള്ള ഒരു പ്രസ്ഥാനം, അതിന്റെ അനുയായികളോട് മുസ്ലിമാകണം എന്ന് തന്നെയാണ് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. വലാ തമൂതുന്ന ഹഖ തുഖാതിഹി, വേണ്ട വിധം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിങ്ങളായി മാത്രമേ മരിക്കാവൂ എന്ന് മുസ്ലിങ്ങളോടും മുസ്ലിമാകാത്ത മനുഷ്യരാശിയോട് മൊത്തമായി ലോകത്തെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ ഫത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. നിങ്ങളെ നിരീക്ഷിക്കാൻ നിങ്ങളുടെ റബ്ബുണ്ട്. നിരീക്ഷകനായ റബ്ബിനെ ഓർത്തുകൊണ്ട് ലോകത്തെ മുഴുവൻ മനുഷ്യരോടും അവരുടെ റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കണം, സൂക്ഷിച്ചു ജീവിക്കണം. ഇസ്ലാം ഇത് പറയുമ്പോൾ ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ആദ്യത്തെ മനുഷ്യനോട് തന്നെ ആദിമ സന്ദേശം നൽകിക്കൊണ്ടാണ് ഇസ്ലാം ഇത് പറയുന്നത്. ലോകത്ത് മറ്റൊരു മതത്തിനോ ഒരു പ്രസ്ഥാനത്തിനോ അവകാശപ്പെടാൻ കഴിയാത്ത വിധം ഇസ്ലാം എന്തു പറയുന്നു എന്നതിനപ്പുറം എന്തു പറയുന്നില്ല എന്ന് ചോദിച്ചാൽ അതായിരിക്കും കുറച്ചുകൂടി ശരി. പറയാത്തതൊന്നും ഇസ്ലാമിലില്ല. മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈ, ഒരു മനുഷ്യന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നു എന്നത് തന്നെയാണ് ഇസ്ലാമിന്റെ ഒരു വലിയ സവിശേഷത. നാം ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ മുന്നിലേക്കോ പിന്നിലേക്കോ എങ്ങോട്ട് നോക്കിയാലും എവിടെയാണ് നമുക്കൊരു ഉത്തരം കിട്ടുന്നത്? ഞാൻ എന്റെ ഉപ്പയിൽ നിന്നുണ്ടായി, വല്യുപ്പയിൽ നിന്നുണ്ടായി എന്ന കണക്ക് മുന്നോട്ട് പോകുമ്പോൾ അവസാനം ഒരു വല്യുപ്പ, ഏതെങ്കിലും ഒരു വല്യുപ്പ ആദ്യത്തെ മനുഷ്യനാവണം. എന്റെ ഉമ്മ അങ്ങനെ തന്നെ പോകുമ്പോഴും ആദ്യത്തെ ഒരു ഉമ്മയാവണം. അതിനപ്പുറം ഇനിയും എന്റെ മക്കളുടെ മക്കൾ അങ്ങനെ പോയാൽ എത്തി നിൽക്കുന്ന ഒരു അന്തം എവിടെയാണ്? എവിടെ വെച്ചാണ് ഇത് അവസാനിക്കുന്നത്? ഇത് മനുഷ്യരെന്ന നമ്മുടെ ചിന്തകൾ അങ്ങനെ പോകുമ്പോൾ പണ്ട് ജി ശങ്കരക്കുറുപ്പ് പറഞ്ഞതുപോലെ, ജീവിതം പോലെ രണ്ടറ്റവും കാണാത്തൊരാവഴിയെങ്കിൽ തനിച്ചു ഞാൻ നിന്നുപോയി എന്ന് ഒരു ശവമഞ്ചത്തിൽ എഴുതി വെച്ച ഇന്നു ഞാൻ നാളതി എന്നത് നോക്കി ഞെടുക്കം കൊണ്ട് പറഞ്ഞ ഒരു കവിതയുണ്ട് ശങ്കരക്കുറുപ്പിന്റെ. ജീവിതം പോലെ രണ്ടറ്റവും കാണാത്തൊരാവഴിയെങ്കിൽ തനിച്ചു ഞാൻ നിന്നുപോയി. ജീവിതം രണ്ടറ്റവും കാണാത്ത ഒരു വഴിയാണ്. അങ്ങോട്ട് നോക്കിയാലും ഒരു പിടുത്തം കിട്ടുന്നില്ല, ഇങ്ങോട്ട് നോക്കിയാലും പിടുത്തം കിട്ടുന്നില്ല. മറ്റൊരു രീതിയിൽ നമ്മൾ നോക്കിയാൽ എവിടെയാണ് നമ്മൾ ചെന്നെത്തുന്നത്? ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ മുമ്പിൽ വരെ നമുക്ക് പോവാം. ഇപ്പുറത്ത് മറ്റൊരു ഗർഭഗൃഹമായ ഖബറിന്റെ അടുത്തേക്ക് ചെന്നെത്തി നിൽക്കുന്നു. അതിനു മുമ്പും അതിനുശേഷവും, മുമ്പും ശേഷവും ഇത്തരമില്ലാതെ വെറുതെ നിന്നതുകൊണ്ടെന്താ? പ്രപഞ്ചത്തെ പറ്റി മൊത്തം നമ്മൾ ചിന്തിക്കുക. നമ്മളെന്നല്ല ഈ മഹാപ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തിലേക്കോ ആദ്യാന്തത്തിലേക്കോ ചിന്തിച്ചാലും ഉത്തരം ഇവിടെയൊക്കെ തന്നെയാ ചെന്ന് നിൽക്കുന്നത്. എവിടെ നിന്നായി പ്രപഞ്ചം ഉത്ഭവിക്കുന്നത്? എവിടെയാ ചെന്നിതെത്തുന്നത്? തുടങ്ങിയത് എവിടെ നിന്നറിയാത്ത, ഒടുങ്ങുന്നത് എവിടെ നിന്നറിയില്ല.
എന്നൊക്കെ ഒരുപാട് പാട്ടുപാടാനല്ലാതെ അനന്തമജ്ഞാതമവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥയെന്തു കണ്ടു എന്ന് കണ്ണുനീർത്തുള്ളിയിൽ നാലപ്പാട്ട് നാരായണമേനോൻ എഴുതി വെച്ചു. സ്വന്തം ഭാര്യ മരിക്കുമ്പോഴുണ്ടാകുന്ന വല്ലാത്തൊരു വേദനയിൽ നിന്ന് പാണേശ്വരിക്കേറ്റൊരു അകാല മൃത്യു വീക്ഷിച്ച കണ്ണിനിരുളന്നു നീങ്ങും എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ആ കവിതയിൽ തന്നെയാണ് ഇതും ചോദിക്കുന്നത്. പാണേശ്വരിക്കേറ്റൊരു അകാല മൃത്യു വീക്ഷിച്ച കണ്ണിന് പ്രിയപ്പെട്ടവർ മരിച്ചു പോകുമ്പോൾ അത് നോക്കി നിന്ന കണ്ണിന്റെ ആ ഇരുട്ടിന് നീങ്ങുന്നതെന്ന ഒന്നും നോക്കിയാൽ കാണാതെ അന്തം വിട്ടു നിൽക്കുകയാണ്. കുമാരനാശാന്റെ ദുരവസ്ഥയിലേക്ക് വന്നാൽ സ്ഥിതി വ്യത്യസ്തമല്ല. എന്തിനെന്നും എങ്ങോട്ടെന്നും ഹന്തവിവരമില്ലാതെ അന്ധകാര പ്രാന്തരത്തിൽ അന്തരെ നയിപ്പൂ. ഇരുട്ടിന്റെ ഈ മഹാപ്രളയത്തിൽ അന്തരെ നയിക്കുന്ന ലോകമെന്ന് പറയാനേ സാധിക്കുന്നുള്ളൂ. ദുരവസ്ഥയിലാണെങ്കിൽ അപ്പുറത്ത് ചിന്താവിഷ്ടയായ സീതയെ കൊണ്ടാശാൻ പറയിപ്പിക്കുന്നത് ഒരു നിശ്ചയമില്ലയൊന്നിനും വരുമോരോ ദശ വന്ന പോലെ പോവും വിരയുന്നു മനുഷ്യനേതിനോ തിരിയാ ലോകരഹസ്യമാർക്കുമേ. ഞാൻ പറഞ്ഞു വന്നത് എല്ലാവർക്കും പറയാനുള്ളത് ഒരു നിശ്ചയവും കിട്ടുന്നില്ല എന്നാണ്. ഒന്നിനും ഒരു അന്തവും കിട്ടുന്നില്ല. ഈ ലോകരഹസ്യം ആർക്കും അറിയുന്നില്ല എന്ന് പറഞ്ഞ് കൈ കഴുകി പോകാനാണോ മനുഷ്യന് ഭൂമിയിൽ വന്നത്? ഒന്നിനും ഉത്തരമില്ലെന്ന് പറഞ്ഞ് കണ്ണടച്ചു പോകാനാണോ ഈ മിഴിവുള്ള കണ്ണുകൾ മനുഷ്യന് വരദാനമായി ലഭിച്ചത്? ഇവിടെയാണ് ഇസ്ലാം പറയുന്നത് എല്ലാറ്റിനും ഉത്തരമുണ്ട്. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ കഴിയുന്ന ഒരേ ഒരു പ്രസ്ഥാനം നമുക്കിന്നറിയാം. പ്രപഞ്ചത്തെപ്പറ്റി പറയുമ്പോൾ, പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെപ്പറ്റി പറയുമ്പോൾ ഒരുപാട് ശാസ്ത്രീയമായ അന്വേഷണങ്ങളൊക്കെ നടന്ന് എവിടുന്ന് ഉണ്ടായി എന്ന് ചോദിച്ചപ്പോ ബിഗ് ബാങ് തിയറിയെപ്പറ്റി പറയുന്നു. ഇന്ന് മഹാവിസ്ഫോടന സിദ്ധാന്തം, ഏതോ ഒരു ബന്ധത്തിൽ നിന്ന്, ഒരൊറ്റ ഏകകത്തിൽ നിന്ന് മഹാവിസ്ഫോടനമുണ്ടായി, പ്രപഞ്ചമുണ്ടായി എന്ന്. എന്നിട്ടോ ആ വിസ്ഫോടനത്തിന്റെ ശക്തിയിൽ ഇന്നും ലോകം വികസിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന്. എവിടേക്കാണ് ഇത് വികസിച്ചു പോകുന്നത്? എവിടെ നിന്നാണ്, ഏതൊരു ശക്തിയാണ് ഇത് മഹാവിസ്ഫോടനം ഉണ്ടായത്? പക്ഷെ അവിടെയും ഖുർആൻ നമുക്ക് ഉത്തരങ്ങൾ നൽകുന്നു. ഇസ്ലാം പറയുന്നു, അവലം യറല്ലദീന കഫറു അന്ന സമാവാതി വൽ അർള കാനതാ റത്ഖാ ഫഫതഖ്നാഹുമാ വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യിൻ അഫലാ യുഅ്മിനൂൻ. വിശ്വസിച്ചുകൂടെ എന്ന് അവസാനിക്കുന്ന ആയത്ത് തുടങ്ങുന്നത് അവലം യറല്ലദീന കഫറു, കാഫിര്യങ്ങൾ കാണുന്നില്ലേ എന്നാണ്. സത്യനിഷേധികളും അവിശ്വാസികളും ഇതൊന്നും കാണുന്നില്ലേ? അവരിത് കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടല്ലോ, അവരൊക്കെ തന്നെയാണല്ലോ ഇത് കാണുന്നത്. അന്ന സമാവാതി വൽ അർള കാനതാ റത്ഖൻ, ഈ പ്രപഞ്ചം ഒന്നു ചേർന്ന ഒരു പിണ്ഡമായിരുന്നു. ഫഫതഖ്നാഹുമാ, എന്നിട്ട് നാം അതിനെ പിളർത്തി. ആകാശങ്ങളും ഭൂമിയും എന്നതാണ് പ്രപഞ്ചത്തിന്റെ ഏറ്റവും കൃത്യമായ നിർവചനം. പ്രപഞ്ചം എന്നൊരു ശബ്ദം ഉണ്ടാക്കിയിട്ടായില്ല. യൂണിവേഴ്സ് എന്നോ കോസ്മോസ് എന്നോ എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും ഇതെന്താ? അതാണ് മനുഷ്യൻ ഭൂമിയിലാണ്. മനുഷ്യനെ പ്രതി സംസാരിക്കുമ്പോൾ ഭൂമി തന്നെയാണ് കേന്ദ്രം. ആ ഭൂമിയുടെ ചുറ്റും പടർന്നു നിൽക്കുന്ന വിശാലമായ ആകാശങ്ങൾ, അതെത്രയാണെങ്കിലും, എത്ര വിശാലമാണെങ്കിലും, മനുഷ്യൻ ഇന്നോളം കണ്ടെത്തിയിട്ട് പൂർത്തിയാവാത്ത ഈ മഹാപ്രപഞ്ചം, അതൊക്കെയും ഒരു ബിന്ദുവായിരുന്നു. ഫഫതഖ്നാഹുമാ, നാം അതിനെ പിളർത്തി. വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യിൻ, മറ്റൊരു മഹാസത്യവും ഖുർആൻ അവിടെ പറഞ്ഞു, വെള്ളത്തിൽ നിന്ന് നാം ജീവനുള്ള സകലതും ഉൽപ്പാദിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് വീണ്ടും ചോദിക്കുന്നു, അഫലാ യുഅ്മിനൂൻ, വിശ്വസിച്ചുകൂടെ? എവിടുന്ന് തുടങ്ങി എന്നതൊരു കൃത്യമായ പ്രപഞ്ചത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു ഉത്തരമുണ്ട്. പക്ഷെ ഈ തുടങ്ങിയ ഈ മഹാപ്രപഞ്ചം ഇനി ഇങ്ങനെ വികസിക്കുന്നു. എവിടേക്കാണ് ഇത് വികസിക്കുന്നത്? പണ്ട് ഗ്രീക്കുകാർ അതേപ്പറ്റി ചിന്തിച്ചിരുന്നു. പ്രപഞ്ചം ഒരു ഫിനൈറ്റ് പ്രപഞ്ചമായിരിക്കണം, ഒരു അതിര് വേണം. അല്ലെങ്കിൽ അവർ കണ്ട ബുദ്ധിമുട്ടെന്താ? പ്രപഞ്ചം ഇങ്ങനെ കുറേ അധികം ഉണ്ട് നോക്കുക, ഒരതിരുണ്ടാവില്ല എന്നാണ് ഗ്രീക്കുകാർ പറഞ്ഞത്. ഒരതിരുണ്ടായാലുള്ള പ്രശ്നം, പ്രപഞ്ചത്തിന്റെ അതിരിൽ ചെന്ന് ഒരാൾ കൈനീട്ടിയ എങ്ങോട്ടാ നീട്ടുകയെന്ന് അവർ ചോദിച്ചത്. വലിയ കൊടുക്കുന്നൊരു ചോദ്യമാണല്ലോ. പ്രപഞ്ചത്തിനൊരു അതിരുണ്ടെങ്കിൽ ആ അതിരിൽ ചെന്ന് ഒരാൾ കൈനീട്ടിയാൽ എങ്ങോട്ടത് നീട്ടുക? ഫ്രഞ്ചുകാരൻ അങ്ങനെ, ഗ്രീക്കുകാരങ്ങനെ ചോദിച്ചെങ്കിൽ 929 എഡ്വേർഡ് ഹബ്ബാണ് ദ എക്സ്പാൻഡിങ് യൂണിവേഴ്സ് എന്ന പുതിയ സിദ്ധാന്തം കൊണ്ടുവന്നത്. വികസിക്കുന്ന പ്രപഞ്ചം ശാസ്ത്രീയമായി കുറെ കൂടി തെളിയിച്ചത്. ഈ വികസിക്കുന്ന പ്രപഞ്ചത്തിന്റെ മുമ്പിലും ഇതേ ചോദ്യം ബാക്കി നിൽക്കുകയാണ്. എവിടേക്കാണ് പ്രപഞ്ചം വികസിക്കുന്നത്? എവിടേക്കാണ് ഈ പ്രപഞ്ചം വികസിച്ചു പോകുന്നത്? 2011 നോബൽ സമ്മാനം 3 ഭൗതിക ശാസ്ത്രജ്ഞന്മാര് പങ്കിട്ടെടുത്തത് ഇതിൽ ചില പുതിയ ഗവേഷണങ്ങൾ നടത്തിയിട്ടാണ്. ഞാനതിന്റെ വിശദീകരണങ്ങളിലേക്ക് പരിമിതമായ സമയത്ത് പോകുന്നില്ല. പക്ഷെ അവിടെയും ഈ ചോദ്യം ബാക്കി നിൽക്കുകയായിരുന്നു. എവിടുന്നാണ് ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടുക? പ്രപഞ്ചം എവിടേക്ക് വികസിക്കുന്നു?
ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്കൊക്കെ അവസാനം കിട്ടൽ ഗൂഗിളിലാണ്. ഗൂഗിളിൽ നിങ്ങൾ പോയി സെർച്ച് ചെയ്താലോ, എർത്ത് യൂണിവേഴ്സ് എക്സ്പാൻഡ് എന്നോ മറ്റോ നിങ്ങൾ അടിച്ചു നോക്കിയാൽ കിട്ടുന്ന ഒരു ഉത്തരം, ഈ ചോദ്യത്തിന്റെ ഒരു ഷോർട്ട് ആൻസർ ആയിട്ട് അവർ പറഞ്ഞത് ക്രിസ്ത്യൻ ഈസ് നോൺസെൻസ് എന്നാണ്. ചോദ്യം അസംബന്ധമാണ് എന്നതാണ് ഉത്തരം. എന്നിട്ട് അവർ പറഞ്ഞു പ്രപഞ്ചം വികസിക്കുന്നു, പക്ഷേ നോട്ട് ടു എനിവെയർ, എവിടേക്കുമല്ല, ബട്ട് ഇറ്റ് ഈസ് എക്സ്പാൻഡിങ്, വികസിക്കുന്നു, എവിടേക്കുമല്ലാതെ വികസിക്കുക. കുറച്ചുകൂടി വിശദീകരിച്ചുകൊണ്ട് പിന്നീട് അവർ പറയുന്ന മറ്റൊരു ഉത്തരത്തിൽ പറയുന്നത് പ്രപഞ്ചം അതിന് പുതിയ സ്ഥലങ്ങൾ ഉണ്ടാക്കി അതിന്റെ സ്പേസ് അത് തന്നെ ഉണ്ടാക്കി വികസിക്കുന്നു. വികസിക്കുമ്പോൾ ആ സ്പേസ് ഉണ്ടാവുന്നത്. നമ്മളിത് ഗൗരവമായി തന്നെ ചിന്തിക്കണം. എവിടേക്കാണ് പ്രപഞ്ചം വികസിച്ചുകൊണ്ടേയിരിക്കുന്നത്? പ്രപഞ്ചം വികസിക്കുന്നു എന്ന് പറയാൻ എളുപ്പമായി, പക്ഷെ എവിടേക്ക്? ഒരു ബലൂൺ ഊർത്തിയാൽ അത് വീർക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അതിന് റൂമിൽ സ്ഥലമുണ്ട്. ഈ പ്രപഞ്ചം എവിടേക്കാണ് പിന്നെയും പിന്നെയും വികസിക്കുന്നത്? പുതിയ സ്പേസുകൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ വികസിക്കുമ്പോൾ പുതിയ സ്പേസുകൾ ഉണ്ടാവുന്നു, അല്ലാതെ പ്രപഞ്ചം വെറുതെ വികസിക്കുകയല്ല. ഖുർആൻ സൂറത്തുൽ ദാരിയാത്തിൽ പറഞ്ഞു, ഇസ്ലാം ഉത്തരം പറയുന്നു, വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമൂസിഊൻ വൽഅർള ഫറശ്നാഹാ ഫനിഅമൽ മാഹിദൂൻ. വസ്സമാഅ ബനൈനാ ബിഐദിൻ, ആകാശത്തെ നാം അതിശക്തിയോടെ തന്നെയാ സൃഷ്ടിച്ചത്. ഇത് ഏതെങ്കിലും കേവലമായ ഒരു കളിയല്ല, ഇത് അതിശക്തിയോടെ സൃഷ്ടിക്കപ്പെട്ട ഈ മഹാപ്രപഞ്ചം. ഇന്നാ ലമൂസിഊൻ, തീർച്ചയായും നാം ഈ പ്രപഞ്ചത്തെ വികസിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രപഞ്ചം വികസിക്കുന്നു എന്ന് പോലുമല്ല അല്ലാഹു തആല പറഞ്ഞത്. പ്രപഞ്ചത്തെ അള്ള വികസിപ്പിക്കുക, അപ്പോഴാ സ്പേസ് ഉണ്ടാവുക. വികസിക്കാനുള്ള സ്പേസ് അടക്കം അള്ള പുതിയതുണ്ടാക്കുകയാണ്. ഇസ്ലാം ഉത്തരം പറയുന്നു. ഇസ്ലാം എന്തു പറയുന്നു? നമ്മൾ ആലോചിക്കുക. ഇന്ന് മുഹറിന് നമ്മൾ ഫാത്തിഹ ഓതി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇസ്ലാം പറയുന്ന ഉത്തരം അത് തന്നെയാണ്. ഇസ്ലാം എന്തു പറയുന്നു എന്ന് ചോദിച്ചാൽ ഖുർആൻ മറിച്ചു നോക്കിയാൽ ഒന്നാമത്തെ സൂറത്തുൽ ഹംദാണ്. അൽഹംദുലില്ലാ, ബിസ്മില്ലാഹിക്ക് ശേഷം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവ്വലോകത്തിന്റെയും രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു എല്ലാ സ്തുതിയുമെന്ന് നാം ആവർത്തിച്ച് പറയുമ്പോൾ നമുക്കിതൊരു ആവർത്തന പുസ്തകം എന്നൊക്കെ പറയുന്നത് പോലെ ഇതൊരു ആവർത്തന ആയത്ത. പക്ഷെ യഥാർത്ഥത്തിൽ ഇന്ന് മുഹറിന് നമ്മൾ ഓതിയ അൽഹംദു അല്ല ഇന്ന് അസറിനെ ഓതാൻ പോകുന്നത്. ഇതിന്റെ തൊട്ടു മുമ്പ് ഓതിയ അൽഹംദു അല്ല ഇപ്പോൾ ഓതുന്നത്. ഓരോ ദിവസവും ഓരോ നിമിഷവും പുതിയ അൽഹംദു ആണ് നമ്മൾ ഓതുന്നത്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുവിനാകുന്നു എല്ലാ സ്തുതിയും എന്ന് വെറുതെ പറഞ്ഞു പോവുകയല്ല. റബ്ബുൽ ആലമീൻ, റബ്ബുൽ ആലമീൻ എന്ന് ഞാൻ പറഞ്ഞു തുടങ്ങി തീരുന്നതിന് മുമ്പേ ആലം ഒരുപാട് വികസിച്ചു. ഓരോ നിമിഷവും വികസിതമായി കൊണ്ടേയിരിക്കുന്ന എക്സ്പാൻഡിങ് യൂണിവേഴ്സ്, നിരന്തരം വികസിക്കുന്ന അള്ളാഹുവിന്റെ ലോകം പിന്നെയും വികസിക്കുക. അതിന്റെയൊക്കെ റബ്ബായി മാറുകയാണ് അള്ളാഹു. അനുനിമിഷം വികസിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രപഞ്ചത്തിന്റെ റബ്ബ്. ആ റബ്ബിനെയാണ് നാം പുതിയ സ്തുതികളായി. അതുകൊണ്ടാ നമ്മൾ എത്ര സ്തുതിച്ചാലും തീരാത്ത അൽഫ് മറ എന്ന് പറയുന്നതിനേക്കാളൊക്കെ എത്രയോ വലുത് മിൽ അസ്സമാവാതി വമിൽ അൽഅർദി വമിൽ മാ ശഇത മിൻ ശൈഇൻ ബഅദ്. ആകാശങ്ങളും ഭൂമിയും നിറയുന്ന ഈ ഹംദുണ്ടല്ലോ, അതിപ്പോഴുള്ള നിറവല്ല, അടുത്ത നിമിഷത്തിൽ പിന്നെയും നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തിന്റെ ശക്തി നാം അറിയണം. അതിന്റെ സൃഷ്ടാവിന്റെ ശക്തി നാം അറിയണം. വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രി, നമ്മൾ അല്ലാഹുവിനെ അറിഞ്ഞില്ല. വസ്സമാവാതു മത്വിയാതും ബിയമീനി, ഈ വികസിതമാകുന്ന പ്രപഞ്ചത്തിന് പിന്നെ എന്ത് സംഭവിക്കുന്നു? ഞാൻ നേരത്തെ പറഞ്ഞ എഡ്വേർഡ് ഹബ്ബൊക്കെ 929 എക്സ്പാൻഡിങ് യൂണിവേഴ്സ് പറഞ്ഞതെങ്കിൽ അവർക്കും ഒരു ഉത്തരമില്ല. ഇത് അവസാനം പോയി എവിടേക്കാണ് എത്തുന്നത് എന്ന്. ഏതൊരു വസ്തുവിനും ഗുരുത്വാകർഷണമുള്ളത് കൊണ്ട് അത് വീണ്ടും കൊളാപ്സിലേക്ക്, അത് തന്നെ അതിന്റെ കേന്ദ്രത്തിലേക്ക് തകരുമെന്ന ഐസക് ന്യൂട്ടന്റെ തത്വങ്ങളൊക്കെ പിന്നീട് ഐൻസ്റ്റൈൻ വന്ന് പുതിയ ചില രൂപങ്ങളൊക്കെ ഉണ്ടാക്കി അവസാനമാണ് എഡ്വേർഡ് ഹബ്ബിന്റെ ഇത് വന്നപ്പോൾ ഐൻസ്റ്റൈൻ പറഞ്ഞത് എന്റെ സിദ്ധാന്തം ഈ വിഷയത്തിൽ തനി വങ്കത്വമായിരുന്നു. പക്ഷെ ഇന്ന് പുതിയ കണ്ടുപിടുത്തങ്ങൾ വരികയാണ്. 2015 പുതിയ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ നടത്തുന്നത് വീണ്ടും ഐൻസ്റ്റൈൻ്റെതാണ് കുറച്ചുകൂടി ശരിയാവാൻ സാധ്യത എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്താകും ഈ പ്രപഞ്ചം വികസിച്ച അവസാനം? വീണ്ടും അതൊരു ബിഗ് ബാങ്ങിൽ നിന്ന് തുടങ്ങിയത് ബിഗ് ക്രഞ്ചിലേക്ക് വരും. രണ്ടാമത് ശോഷിച്ച് അത് തുടങ്ങിയ ഒരു ബിന്ദുവിലേക്ക് വരും എന്ന മറ്റൊരു പുതിയ കണ്ടെത്തലാണ് ശാസ്ത്രലോകം ഇന്നുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൂറത്തുൽ അംബിയായിൽ തന്നെ വീണ്ടും നമ്മെ പഠിപ്പിക്കുകയാണ്. യൗമ നത്വിസ് സമാഅ കതയ്യിസ് സിജില്ലി ലിൽ കുതുബ് കമാ ബദഅനാ അവ്വല ഖൽഖിൻ നുഈദു വഅദൻ അലൈനാ ഇന്നാ കുന്നാ ഫാഇലീൻ.
യൗമ നത്വി സ്സമാ, ആകാശത്തെ നാം ചുരുട്ടുന്ന ദിവസം, കത്വയ്യി സിജില്ലി ലിൽ കുതുബ്, പുസ്തകങ്ങൾ വെക്കാൻ നമ്മൾ ഉണ്ടാക്കുന്ന ഇറക്കാലിയൊക്കെ ഉണ്ടല്ലോ, അതിങ്ങനെ ഇങ്ങോട്ട് ഓതിയ പുസ്തകത്തെ, കിതാബിനെ, ഖുർആനെ കൂട്ടിങ്ങനെ ഇങ്ങോട്ട് വെക്കുന്ന എന്ത് മനോഹരമായൊരു ഉദാഹരണം. 180 ഡിഗ്രിയിൽ മറച്ചു വെച്ച ഒരു പുസ്തകം ഇങ്ങനെ ഇങ്ങോട്ട് മറച്ച് 90 ഡിഗ്രിയിലേക്കാണ് കൊണ്ടുവരാ. സൃഷ്ടി തുടങ്ങിയതുപോലെ നാം മടക്കിക്കൊണ്ടുവരും. സൃഷ്ടി തുടങ്ങിയതുപോലെ, ആരംഭിച്ചതുപോലെ ഒരു ബിന്ദുവിലേക്ക് തന്നെ നാം തിരിച്ചു കൊണ്ടുവരും. ഈ പ്രപഞ്ചം എവിടേക്ക് വികസിക്കുന്നു, വികസിതമായതിനു ശേഷം പിന്നെ അതിനെന്തു സംഭവിക്കുന്നു, എല്ലാറ്റിനും ഉത്തരം എവിടെ തുടങ്ങിയെന്നറിയില്ലെന്ന് വിലപിക്കേണ്ട കാര്യമില്ല. ഇതേതോ ഒരു കെട്ടുകഥയാണെന്ന് പറയേണ്ട കാര്യമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രാണേശ്വരിക്കേറ്റ അകാല മൃത്യു വീക്ഷിച്ച കണ്ണിന് ഇരുളന്ത് നീങ്ങും എന്ന് ചോദിച്ച നാലപ്പാട്ട് നാരായണ മേനോന്റെ അതിന്റെ മറ്റൊരു പതിപ്പ് തന്നെയാണ് വിശ്വവിഖ്യാതനായ ഷേക്സ്പിയർ അദ്ദേഹത്തിന്റെ മാക്ബത്തിന്റെ ലേഡി മാക്ബത്ത് മരിക്കുമ്പോ മാക്ബത്ത് വേദനയോടെ പറയുന്നത് അവിടെയും ജീവിതത്തിന്റെ നിരർത്ഥകതയാ. വാക്കിംഗ് ഷാഡോ, നീങ്ങിപ്പോകുന്ന നിഴലുകള്. ജീവിതം എന്നത് കേവലം നീങ്ങിപ്പോകുന്ന നിഴലുകളാ. കുറച്ചിങ്ങനെ അവിദഗ്ധരായ കളിക്കാര് ആടിത്തീർക്കുന്ന ഒരു ജീവിതം, ആശിച്ച വേഷങ്ങളാടാൻ കഴിയാത്ത ജീവിതം എന്നൊക്കെ പണ്ട് ആരൊക്കെയോ പാട്ടുപാടി കേൾക്കാറില്ലേ? അങ്ങനെയുള്ള ഒരു നാടകം ജീവിതം എന്നത്. അങ്ങനെയൊക്കെ എ ചൈൽഡ് ടോൾഡ് ബൈ ഇഡിയറ്റ്സ്, ഒരു വിഡ്ഢി പറഞ്ഞ പൊട്ടക്കഥയായൊക്കെയാ ഷേക്സ്പിയർ പോലും ജീവിതത്തെ തന്റെ നാടകത്തിൽ അവതരിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ഉത്തരം കിട്ടാത്ത ജീവിതമാണ് എല്ലാ ചിന്തകർക്കും, എഴുത്തുകാർക്കും, ലോകത്തെ കഴിഞ്ഞുപോയ ആളുകൾക്കും. അറബിക്കവികളിലേക്ക് പോയാൽ പിന്നെ സമയമല്ല, അതൊന്നും പറയേണ്ടതില്ലാത്ത വിധം ജീവിതത്തിന്റെ നിരർത്ഥകതയെപ്പറ്റി പാടാനേ അവർക്ക് ഒരുപാട് ആളുകൾക്ക് സമയമുണ്ടായിരുന്നുള്ളൂ, മുഅല്ലഖാത്തിലും മറ്റും. പക്ഷേ ഇസ്ലാം അവിടെയല്ല പറഞ്ഞത്. ഇസ്ലാം പറഞ്ഞത് നിങ്ങളുടെ ജീവിതം സാർത്ഥകമാണ്, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ട്. നിങ്ങൾ ജീവിക്കുന്ന മണ്ണ് ഇതെവിടുന്ന് തുടങ്ങി, ഈ പ്രപഞ്ചം എവിടെ ആരംഭിച്ചു, എവിടെ ഒടുങ്ങുന്നു, അതിന് കൃത്യമായ ഉത്തരങ്ങളുണ്ട്. അതിനപ്പുറം നിങ്ങൾ എവിടുന്ന് വന്നു. ഞാൻ നേരത്തെ ചോദിച്ച നമ്മുടെയൊക്കെ ആദ്യമായി ആദിമ പിതാവിന് ആദമെന്നല്ലാതെ ഏറ്റവും മനോഹരമായ വേറെ ഏതൊരു പേരാ കിട്ടുക? ആദിയിൽ വചനമുണ്ടായി എന്നാ ചിലർ പറയുക. ആദിയിൽ വചനമാണോ? വചനമുള്ള വക്താവല്ലേ ആദ്യം ഉണ്ടാവേണ്ടത്? മുതകല്ലിമായ റബ്ബ്, ആ റബ്ബ് തന്നെയാണ് എല്ലാറ്റിന്റെയും തുടക്കം. ആദിയിലുണ്ടായത് റബ്ബാണ്. അനാദിയായി കാലങ്ങൾ പോലും ഉണ്ടാകുന്നതിന് മുമ്പെന്ന് പറയാനുള്ള സമയം പോലും രൂപപ്പെടുന്ന അവസ്ഥയിൽ അനാദിയായ റബ്ബ് മാത്രം അന്നുമുണ്ടായിരുന്നു വചനം. ഇസ്ലാം എന്തു പറയുന്നു എന്ന് ചോദിച്ചാൽ എന്ന് പറയുന്നു എന്ന് കൂടി ചോദിക്കണം. ഇസ്ലാമിനെ പോലെ പുരാതനമായി പറഞ്ഞതാരുമില്ല. കാരണം ആദ്യത്തെ ശബ്ദമുണ്ടാവണമെങ്കിൽ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടാകുമ്പോഴേ ശബ്ദത്തിന് അർത്ഥമുള്ളൂ, കാണാൻ ആരെങ്കിലും ഉണ്ടാകുമ്പോഴേ ദൃശ്യം മനോഹരമാവുന്നുള്ളൂ. പേശലമല്ലൊരു വസ്തുവും ഉലകിൽ പ്രേക്ഷകനില്ലെന്നാൽ ഈശ്വര സൃഷ്ടിയിൽ എങ്ങിങ്ങില്ലേ ഇതരയേതര യോഗമെന്ന് ഉള്ളൂർ ചോദിക്കുന്നത് പോലെ കാണാൻ ആളുണ്ടാകുമ്പോഴേ വസ്തുവിന് സൗന്ദര്യമുണ്ടാവൂ, കേൾക്കാൻ ആളുണ്ടാകുമ്പോഴേ ശബ്ദം ശ്രവണ മധുരമാവൂ. ആദ്യ ശബ്ദം ആരാ കേട്ടത്? അതുകൊണ്ടാണ് അല്ലാഹു മുത്തകല്ലിമും കൂടിയാണ്, സമീഉമാണ്. സംസാരിക്കുന്ന റബ്ബിനെ കേൾക്കാനും റബ്ബിന് തന്നെ കഴിയും. ആദ്യത്തെ ശബ്ദം എന്താ? ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികതു വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാഹു വൽ അസീസുൽ ഹകീം. ആദ്യം ആരും കേൾക്കാനില്ലാത്തപ്പോഴും അല്ലാഹു സാക്ഷിയാണ്, അല്ലാഹുവാണ് ഏകന് എന്ന് ഉസ്താദ് ഇവിടെ പറഞ്ഞതുപോലെ ഒന്നാമത് ഇസ്ലാമിന് പറയാനുള്ളത് അതുതന്നെയാണ്. ഒന്നാമതും അവസാനവും ഇസ്ലാമിന് പറയാനുള്ളത് അതുതന്നെയാണ്. ഏകനായ ഇലാഹിന്റെ തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാകുന്നു ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു. അന്നത് കേൾക്കാൻ, അതനുഭവിക്കാൻ ലോകത്താരും ഉണ്ടായില്ല. പിന്നെ റബ്ബ് തീരുമാനിച്ചു സൃഷ്ടിയുണ്ടാവണം. അങ്ങനെ ഫഖലഖുൽ ഖൽഖ്, അള്ളാഹു അറിയപ്പെടണമെന്ന് തീരുമാനിച്ചപ്പോ അള്ളാഹു സൃഷ്ടികളെ സൃഷ്ടിച്ചു. അങ്ങനെയാണ് ആദ്യം പ്രപഞ്ചമുണ്ടാകുന്നത്. ആ പ്രപഞ്ചത്തിന് ശബ്ദ സംവിധാനങ്ങൾ ഉണ്ടാവുന്നത്, കേൾക്കാൻ ആളുണ്ടാവുന്നത്, പറയാൻ ആളുണ്ടാവുന്നത്. അവിടെ മുതൽ ഇസ്ലാം പറഞ്ഞുകൊണ്ടിരുന്നു മനുഷ്യനെ സൃഷ്ടിച്ചു അള്ളാഹു തആല. ലിമാ ഖലഖ്തു ബിയദയ്യ ഹാതൈൻ, റബ്ബ് സൃഷ്ടിച്ച ആദം എന്ന ആദ്യത്തെ മനുഷ്യനെ, ആ മനുഷ്യനിൽ നിന്ന് വഖലഖ മിൻഹാ സൗജഹാ, അതിന്റെ ഇണയെ അതിൽ നിന്ന് തന്നെ പടച്ചു. ഒന്നും ഉത്തരമില്ലാതെ എവിടുന്നോ ഉണ്ടായതല്ല, എങ്ങനെയോ ഉണ്ടായതല്ല. എല്ലാറ്റിനും ഒരു ഉത്തരം. ഹുവൽ അവ്വലു വൽ ആഖിറു വൽ വൽ ബാത്തിൻ. പ്രപഞ്ചം എവിടുന്നുണ്ടായി, പ്രപഞ്ചം പോയി എവിടെ എത്തും, പ്രപഞ്ചം ചുരുങ്ങി എവിടെ എത്തും,
ഞാൻ ചുരുങ്ങിയ അവസാനം എവിടെ എത്തും? എല്ലാറ്റിനും ഒരു ഉത്തരം ഹുവൽ അവ്വലു വൽ ആഖിറു വൽ വൽ ബാത്തിൻ. തുടക്കവും ഒടുക്കവും, അതിനു മുമ്പൊന്നില്ല, അതിനുശേഷമൊന്നില്ല, അതിന്റെ മേലെയൊന്നില്ല, അതിന്റെ താഴെയൊന്നില്ല, എല്ലാം അല്ലാഹു എന്ന ഒരു വസ്തു, ഒരു യഥാർത്ഥ ഉണ്മയിലേക്ക്, ഒരു യഥാർത്ഥ വാജിബുൽ വുജൂദിലേക്ക് എത്തുന്നത് ഇസ്ലാമിനല്ലാതെ ആർക്കാണ് ഇത്ര കൃത്യമായി, കാലാതീതമായി, ഒപ്പം കാലാനുവർത്തിയായി സംസാരിക്കാൻ സാധിക്കുക? യേശുവിന് പ്രാർത്ഥിക്കുന്നവർക്ക് 2000 കൊല്ലം മുമ്പും ഈ ലോകത്ത് മനുഷ്യരുണ്ടായിരുന്നു. യേശുവില്ലാത്ത കാലത്ത് മനുഷ്യന്റെ പാപഭാരം ആര് വഹിക്കുമെന്ന് ചോദിച്ചാൽ, ത്രേതായുഗത്തിലെ രാമനെ പറ്റി പറയുന്നവർക്ക് ത്രേതായുഗത്തിന് മുമ്പുള്ള യുഗങ്ങളിൽ ആരായിരുന്നു മനുഷ്യന്റെ മോചകൻ എന്ന് ചോദിച്ചാൽ എവിടെയാണ് ഉത്തരമുള്ളത് എന്ന് നമ്മൾ അന്വേഷിച്ചു പോകുമ്പോൾ ഉത്തരമുള്ളത് ആദ്യത്തെ മനുഷ്യനോട് ഉസ്താദ് ഇവിടെ പറഞ്ഞില്ലേ, ഒന്നാമത്തെ മനുഷ്യനെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോ വെറുതെ പറഞ്ഞയച്ചില്ല. എന്നിൽ നിന്ന് സന്മാർഗം വരും. മനുഷ്യനെ മാത്രമല്ല, മനുഷ്യന്റെ ഹിദായത്ത് റബ്ബ് കൂടെ തരുമെന്ന് പറഞ്ഞ ഇസ്ലാം, ആ ഇസ്ലാമാണ് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അതല്ലാത്തൊന്നും അല്ലാഹു അനുവദിക്കുന്നില്ല. പ്രവാചക പരമ്പരകളെ അയച്ചുകൊണ്ട് അവസാനത്തെ പ്രവാചകനോട് പറഞ്ഞു, ഫബിഹുദാഹു മുഖ്തദി, ആ പാരമ്പര്യത്തെ തങ്ങൾ പിന്തുടരണം. തങ്ങൾക്ക് പോലും പുതിയൊരു ദീനല്ല, ആ പാരമ്പര്യത്തെ തങ്ങൾ പിന്തുടരണം. ഒരു പാരമ്പര്യത്തിന്റെ പിന്തുടർച്ചയുടെ സാക്ഷ്യമായാണ് സമസ്ത 90 വർഷം ആചരിച്ചുകൊണ്ട് നമ്മളിവിടെ നിന്ന് ഒരുമിച്ച് കൂടുന്നത്. ആ ഒരു പാരമ്പര്യത്തിന് വിശുദ്ധിയുടെ സംശുദ്ധിയുടെ 90 വർഷം ഞാൻ ഓർക്കുകയാണ്. നമ്മുടെ മഹാസമ്മേളനങ്ങൾ ഓരോന്നും നിളാപുളിനങ്ങളിൽ വാദിയനൂറിൽ നമുക്ക് പറയാനുണ്ടായിരുന്നത്, മാറുന്ന നൂറ്റാണ്ട് 2000-ലേക്ക് കടക്കുമ്പോൾ 999 മാറുന്ന നൂറ്റാണ്ടിലും മാറാത്ത ശബ്ദത്തിന്റെ കഥയാണ്. ഇസ്ലാം എന്നും ഒരേ സമയം പഴയതും പുതിയതുമാണ്. ഇസ്ലാമിന് പറയാനുള്ളത് മാറാത്ത ഈ ശബ്ദമാണ്. എടരിക്കോട് 85-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ സത്യസാക്ഷികളാകാൻ പറയുമ്പോഴും നിരന്തരമായി ഈ ഒരു സത്യത്തിന്റെ വിളംബരം, ഇന്ന് ജീവിത വിശുദ്ധിയുടെ സംശുദ്ധിയുടെ 90 വർഷങ്ങളുടെ കഥ പറയുമ്പോഴും ഈ ഒരു പാരമ്പര്യം അവകാശപ്പെട്ടുകൊണ്ട് ഇസ്ലാം എന്ത് പറയുന്നു എന്ന് ചോദിച്ചാൽ മറ്റുള്ളവരെ മുഴുവൻ മാറ്റി നിർത്തിക്കൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് തന്നെയാണ് ഇസ്ലാം പറയുന്നത് എന്ത് എന്ന് കൃത്യമായി പറയാൻ സാധിക്കൂ. ഈ പാരമ്പര്യത്തിന്റെ മഹാനായ ആദം അലൈഹിസ്സലാമിന് ആദിമ മനുഷ്യന് ലഭിച്ച ഈ ഹിദായത്തിന്റെ ഇത്തിബാഇന്റെ കണ്ണികളായി തുടർന്നു വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തുമ്പോൾ നബി തങ്ങളോട് പോലും അല്ലാഹു പറഞ്ഞത് ഫബിഹുദാഹു മുഖ്തദി, ആ പാരമ്പര്യം പിന്നെ അവിടെ അവസാനിക്കുന്നില്ല. അവിടുന്ന് പറഞ്ഞത് അലാ ഫല്യുബല്ലിഗു ഷാഹിദുൽ ഗായിബ്, ഷാഹിദ് ഗായിബിനെത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ആ പാരമ്പര്യത്തെ അവിടെ നിന്നിങ്ങോട്ട് സഹാബത്തിലൂടെ കുൻതും ഖൈറ ഉമ്മത്ത് എന്ന് പറഞ്ഞ സഹാബത്ത്, വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനു ശുഹദാഅ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദ, പ്രവാചകൻ നിങ്ങൾക്ക് സാക്ഷിയായി സഹാബത്തിന്, സഹാബത്തോ ഇനി വരാനിരിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും സാക്ഷിയായി ഇതിനിടയിലുള്ള ഒരു മധ്യമ സമൂഹമായി സഹാബത്തിനെ അവതരിപ്പിച്ചുകൊണ്ട് അവിടെ നിന്നിങ്ങോട്ട് പോകുന്ന ഈ പാരമ്പര്യത്തിന്റെ കണ്ണികൾ ഇന്നോളം നമ്മളിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഹദീസുകളുണ്ട്, ഖുർആനുണ്ട്, നമ്മുടെ ഏറ്റവും വിലപ്പെട്ട വിശുദ്ധമായ അള്ളാഹുവിന്റെ കലാമായ ഗ്രന്ഥമുണ്ട്. ഇതൊക്കെയും ഏറ്റെടുത്ത ഒരു ഉമ്മത്ത്, ആ പാരമ്പര്യവുമായി ഈ ഉമ്മത്തിനെ ഇന്നോളമുള്ള ഈ ശൃംഖലയിൽ ഉറപ്പിച്ചു നിർത്തിയ മഹാപ്രസ്ഥാനം ഏറ്റവും ഒടുവിൽ കേരളത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പാരമ്പര്യങ്ങളിൽ നിന്ന് മാറിപ്പോകേണ്ടി വന്നില്ല. ആദർശത്തിന്റെ വിശുദ്ധിയിൽ എവിടെയെങ്കിലും ഒരു കളങ്കമുണ്ടായില്ല. നമുക്കറിയാം, ഏതെങ്കിലും സംഘടനാ ഭദ്രതയ്ക്ക് നിഴല് വരുമോ എന്ന് പേടിക്കുമ്പോ പ്രവാചകന് നിഴലുണ്ടായാലും കുഴപ്പമില്ല എന്ന് പറയുന്നിടത്ത് ഈ സംഘടന ഉണ്ടായിട്ടില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആദർശം എന്നും സംശുദ്ധമാണ്. അവിടെ താൽക്കാലികമായ ലാഭമോഹങ്ങൾക്ക് വേണ്ടിയോ താൽക്കാലികമായ സംവിധാനങ്ങൾക്ക് വേണ്ടിയോ മാറ്റത്തിരുത്തൽ വരുത്താതെ ആശയ സമ്പുഷ്ടതയോടെ പ്രവാചകന്റെ ഈ പാരമ്പര്യം സനദുകളിലൂടെ ഉറപ്പിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായ സനദ് ഹദീസിന്റെ സനദിന്റെ കിതാബുകൾ പരിശോധിച്ചാൽ അറിയാം, റാവികൾ കുറഞ്ഞ ഹദീസാ ഏറ്റവും വലിയ സനദ്. പരമ്പരയിൽ റാവി കുറഞ്ഞാൽ ശക്തി കൂടും. പക്ഷെ പിൽക്കാലത്ത് നമ്മൾ കാണുന്നത്, മുടി കൊടുക്കുന്ന ആൾ നേരെ കൊടുത്താല് അതിന് ശക്തി പോരാ, ഇടയിൽ ബർക്കത്തുള്ളവർ കൊടുക്കണം, ബർക്കാത്തുകൾ കൊടുത്തെങ്കിലേ. സനദിന് നീളം കൂടുമ്പോഴാണ് ശക്തി കൂടുന്നത്. നേരിട്ട് വന്ന് കൊടുത്താൽ പോലും സ്വീകരിക്കാത്ത ഇങ്ങനെയുള്ള ഒരുപാട് വിഭ്രംശങ്ങൾ, ഒരു വശത്ത് പാരമ്പര്യങ്ങൾ മുഴുവൻ തള്ളിപ്പറയുന്ന മുജാഹിദ് ജമാഅത്തിന് പോലെയുള്ള വിഭാഗങ്ങൾ, മറ്റൊരു വിഭാഗം സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നവർ, ഇതിന്റെ ഒക്കെ ഇടയിൽ ഇസ്ലാം എന്ത് പറയുന്നു?
ഇസ്ലാം പറഞ്ഞത് ഈ പാരമ്പര്യത്തിന്റെ കഥയാണ്. ഒന്നാമത്തെ മനുഷ്യൻ മുതൽ ഇനി അവസാന മനുഷ്യൻ വരെ ലാ തസാലു ഉമ്മത്തി ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. ഖിയാമത്ത് നാൾ വരെ ഒരു വിഭാഗം കൃത്യമായി സത്യത്തിലുണ്ടാവും. പറഞ്ഞില്ലേ, തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു ഋജുവായ രേഖ. എവിടെയും ഒരു പാരമ്പര്യത്തിലോ ഒരു ഇർജുവതയിലോ ഒരു കുഴപ്പവും പറ്റാതെ സിറാത്തുൽ മുസ്തഖീം ദീനൻ ഖിയമം മില്ലത ഇബ്രാഹിം ഹനീഫ, സത്യത്തോട് മാത്രം ആഭിമുഖ്യമുള്ള ഒരു മതം. ഇതാണ് ഇസ്ലാം ലോകത്തോട് ശക്തമായി വിളിച്ചു പറഞ്ഞത്. സത്യത്തോടൊപ്പം നിൽക്കുക. യാ അയ്യുഹല്ലദീന ആമനു കൂനു ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത്. ഇസ്ലാം ഒരുപാട് കാര്യം ഇങ്ങനെ നമ്മളോട് പറയുമ്പോൾ പിന്നെ ഇസ്ലാമിന് നേരിടുന്ന ധാരാളം വെല്ലുവിളികളുണ്ട്. ഞാൻ ഓരോന്നിലേക്ക് പോകുന്നതിന് സമയപരിമിതി കൊണ്ടാണ് ഈ മൊത്തം കാഴ്ചപ്പാടിനെ പറ്റി പറഞ്ഞു പോകുന്നത്. നമ്മൾ ആലോചിക്കുക, വ്യക്തിയുടെ ജീവിതത്തിൽ ഇനി നമ്മൾ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് വരിക. ഒരു ഗർഭസ്ഥ ശിശുവായിരുന്ന കാലം മുതൽ അതിനു മുമ്പേ നമ്മളുണ്ടാകണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല, നമ്മുടെ ഉപ്പയും ഉമ്മയും ഒക്കെ. അവര് വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ തഖയ്യറൂനി നുത്ഫിക്കും, അവിടെ മുതൽ തുടങ്ങുന്നു. നിങ്ങൾ അവിടുന്ന് തെരഞ്ഞെടുത്ത് വേണം ജീവിതത്തിന്റെ വിശുദ്ധി ആരംഭിക്കണമെന്ന് പറഞ്ഞ് ഒരു കുട്ടിയായിരിക്കുമ്പോൾ കുട്ടിയുടെ മുഴുവൻ അവകാശവും ഇസ്ലാം പറയുന്നുണ്ട്. ലോകത്ത് യുനിസെഫും യുനെസ്കോ ഒക്കെ വരുന്നതിന്റെ എത്രയോ കൊല്ലങ്ങൾക്ക് 14 നൂറ്റാണ്ടുകളുടെ മുമ്പത്തെ കഥയാണ്. ലോക ചരിത്രത്തിൽ ഇതുപോലെ അവകാശങ്ങൾ കൃത്യമായി നിർണയിച്ചു കൊടുക്കപ്പെട്ട ഒരു ശിശുവിനെ ഇസ്ലാമിനല്ലാതെ കാണാൻ പറ്റുമോ? പേരിടാനുള്ള അവകാശം മുതൽ ഒരു വ്യക്തിത്വം ഉണ്ടാകാനുള്ള അവകാശം മുതൽ ഒരു കുട്ടിയുടെ മുഴുവൻ അവകാശങ്ങളും കൃത്യമായി ഓരോന്ന് ഇവിടെ വിവരിക്കാൻ സമയമില്ലെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഓരോ വിഷയത്തിൽ സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിൽ അവസാനത്തെ ഹജ്ജത്തുൽ വദാഇന്റെ പ്രസംഗത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൂന്നി പറഞ്ഞ ലോകത്തെ ഒരു മാഗ്നാകാർത്തക്കും പറയാൻ സാധിക്കാത്ത സ്ത്രീകൾക്ക് വേണ്ടി വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്, സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ തന്നെ ബാധ്യതകൾ മാത്രമല്ല അവകാശങ്ങളും ഉണ്ട് എന്ന് പഠിപ്പിച്ച മിസ്ലുല്ലദി അലൈഹിന്ന, അവരുടെ ബാധ്യതകൾ എന്താണോ അതുപോലെ തന്നെ അവർക്ക് അവകാശങ്ങളും ഉണ്ട് എന്ന് പഠിപ്പിച്ച, മാറ്റങ്ങളില്ലാതെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കുമൊക്കെ അവരുടെ സ്പേസുകൾ കൃത്യമായി നൽകിയ ഒരു മതം. അങ്ങനെ ഓരോ വിഷയത്തിലേക്ക് വന്നാലും ഓരോന്ന് വെവ്വേറെ എടുത്തു പറയാൻ സമയമില്ല. നമുക്കറിയാം, ഏതൊരു വിഷയത്തിലേക്ക് വന്നാലും സൂറത്തുൽ ഇസ്രായിൽ ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാം നമ്മളോട് പറയുന്നു. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ് വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബ്റ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ വഖുൽ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. മാതാപിതാക്കളോട് പ്രത്യേകിച്ചും അവർക്ക് വാർദ്ധക്യം വരുമ്പോൾ അപ്പോഴാണ് അവരോട് ഉഫ്ഫിൻ എന്ന് പറയരുതെന്ന് നേരത്തെ പറയാമെന്നല്ലോ അതിനർത്ഥം. അപ്പോഴാണ് അവരുടെ ഓരോ പ്രവൃത്തികളും കുറച്ച് നമുക്ക് മായി തോന്നുക. അവർ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഈ ഉപ്പ പറയുന്നത് എന്നൊന്ന് ശബ്ദം ഉയർത്തി പറഞ്ഞു പോകരുത്. പറയരുതെന്ന് മാത്രമല്ല, അങ്ങനെ ഒരു ചിന്ത പോലും നിങ്ങളുടെ മനസ്സിൽ വരരുത്. അവർക്കൊക്കെ കാരുണ്യത്തിന്റെ ചിറക് വിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങ് തുടർന്നു വരുന്ന ഒരുപാട് കാര്യങ്ങൾ, ഓരോ ബാധ്യതകളും ഇസ്ലാം എടുത്തെടുത്ത് പറയുക. വാതിദൽ ഖുർബാ ഹഖഹു വൽ മിസ്കീന വബ്ന സബീൽ വലാ തുബദ്ദിർ തബ്ദീറ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ വകാന ശൈത്താനു ലിറബ്ബിഹി കഫൂറ. അമിതവ്യയം ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ അയൽക്കാരോടുള്ള കടപ്പാടുകൾ, വസ്വാഹിബു ബിൽ ജംബി, അതുപോലെ ജാർ, എല്ലാ കാര്യങ്ങളും എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയൽപ്പക്കക്കാരോടുള്ള കടപ്പാട് പറഞ്ഞപ്പോൾ അനന്തരാവകാശം കൊടുക്കുമോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടു പോയി എന്ന് പറയാൻ മാത്രം. അയലത്തുള്ളവന് സമാധാനത്തോടെ ഉറങ്ങാൻ താൻ ഒന്നും ചെയ്യണ്ട, പക്ഷെ തന്റെ സാന്നിധ്യം അതിന് തടസ്സമാവുന്നു. എന്റെ അയൽക്കാരൻ എന്നെ ഏതെങ്കിലും അർത്ഥത്തിൽ ദ്രോഹിക്കുമോ എന്ന ഒരു പേടിയോടുകൂടി അയാളുടെ അയൽക്കാരൻ കഴിഞ്ഞാൽ വല്ലാഹി ലാ യുമിൻ, അവൻ മുഅ്മിനല്ലെന്ന് പറഞ്ഞ ഒരക്രമവും ചെയ്യേണ്ട. പക്ഷെ വല്ലാഹി ലാ യുമിൻ എന്ന് 3 പ്രാവശ്യം പറഞ്ഞപ്പോ ആരാണ് ആ പരാജിത വിഭാഗം എന്ന് ചോദിക്കുമ്പോ മല്ലാ യഅ്മനു ജാറുഹു ബവായിഖഹു, തന്റെ അയൽക്കാരന് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ അയൽക്കാരൻ എന്റെ മതത്തിൽപ്പെട്ടവനല്ലെന്ന് പറയാൻ മാത്രം. അയൽക്കാരന്റെ അവകാശങ്ങളെ പറ്റി പറഞ്ഞ വഔഫു ബിൽ ഉഖൂദ് ഒരായത്ത് തന്നെ തുടങ്ങുന്നത് യാ അയ്യുഹല്ലദീന, ഒരു സൂറത്ത് ആരംഭിക്കുന്നത് സൂറത്തുൽ മാഇദ, യാ അയ്യുഹല്ലദീന ആമനു ഔഫു ബിൽ ഉഖൂദ്, കടപ്പാടുകളും അതുപോലെ ഉടമ്പടികളും പാലിക്കണമെന്നത്. ഇന്നൽ അഹ്ദ കാന മസ്ഊല ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, കണ്ണും കാതും കേൾവിയും എല്ലാം ചോദിക്കപ്പെടുമെന്ന് പഠിപ്പിച്ച് അഹദും മീസാഖിനും ഇതുപോലെ ലോകത്ത് വില നൽകിയ ഒരു മതമുണ്ടോ?
നമുക്കറിയാമല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഏറ്റവും വലിയ യുദ്ധമായ, ഏറ്റവും പുണ്യമുള്ള യുദ്ധമായ ബദറിൽ പങ്കെടുക്കാൻ ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹുവിന് തടസ്സമുണ്ടായത് എന്താ? അദ്ദേഹം പറയുന്നു, മറ്റൊരു തടസ്സവും ഉണ്ടായില്ല, അതിനു തന്നെയാ പുറപ്പെട്ടത്. പക്ഷേ മുശ്രിക്കീങ്ങൾ എന്നെയും എന്റെ ഉപ്പയെയും തടഞ്ഞു വെച്ചുകൊണ്ട് എങ്ങോട്ടാ? മുഹമ്മദിന്റെ അടുത്തേക്കാണെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിക്കില്ല, മദീനയിലേക്കാണെങ്കിൽ അനുവദിക്കുമെന്ന് പറഞ്ഞപ്പോ മദീനയിലേക്ക് പോകാമെന്ന് അവർക്ക് അഹ്ദും മീസാഖും കൊടുത്തു, ഉടമ്പടി കൊടുത്ത് മദീനയിലേക്ക് ചെന്നിട്ട് പിന്നെ പ്രവാചകനെ കണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, ഞങ്ങൾക്ക്, എനിക്കും എന്റെ ഉപ്പാക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഞങ്ങൾ അങ്ങയോടൊപ്പം യുദ്ധത്തിന് ചേരട്ടെ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല്, ലോകത്തിന്റെ മാതൃകയായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു തആല അൻഹുവോട് പറഞ്ഞത് ലോക ചരിത്രത്തിൽ ഇതിന് തുല്യമായ ഒരു വാക്കുണ്ടോ? എന്താ പറഞ്ഞത്? ഇൻസരിഫ, നിങ്ങൾ തിരിച്ചു പോകണം, നിങ്ങൾ ബദറിന് പോരണ്ട. എന്നിട്ട് നഫീ ബിഹഖ്ഹിം, അവരോട് ചെയ്ത ബിഅഹ്ദിഹിം, അവരോട് ചെയ്ത കരാർ നാം പാലിക്കുന്നു. വനസ്തഈനുല്ലാഹ അലൈഹി, അവർക്കെതിരെ അല്ലാഹുവോട് നമ്മൾ സഹായം ചോദിക്കുന്നു. അവരെ നമുക്ക് പരാജയപ്പെടുത്തണം, പക്ഷേ അത് കരാറുകളും ഉടമ്പടികളും പാലിക്കാതെയാവരുത്. അവരോട് നിങ്ങൾ യുദ്ധത്തിൽ പങ്കെടുക്കില്ല എന്ന വ്യവസ്ഥയിലാണ് അവർ നിങ്ങളെ വിട്ടതെങ്കിൽ അത് പാലിക്കണമെന്ന് ഒരു യുദ്ധവേളയിൽ പോലും പറയുന്ന ലോകചരിത്രത്തിൽ എത്രയെത്ര അധ്യായങ്ങളാണ്. നമുക്കറിയാലോ, ഞാൻ പറഞ്ഞ ചരിത്രം. പിന്നെ നമുക്ക് വാദിയൂറിൽ കഴിഞ്ഞാൽ സമർഖണ്ഡ് കഴിഞ്ഞ വർഷമല്ലേ, നമുക്ക് മറന്നു പോകാനായിട്ടില്ലല്ലോ. സമർഖണ്ഡിന്റെ ചരിത്രം ഉറങ്ങുന്ന SKSFന്റെ 25ാം വാർഷികം സമർഖണ്ഡ് എന്ന് തന്നെ പേരിട്ട ആ ചരിത്രം അന്നവിടെ ഒരുപാട് വിവരിക്കപ്പെട്ടത്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു മഹാസാമ്രാജ്യത്തെ മുഴുവനും ഇസ്ലാമിന്റെ സൈന്യാധിപന്റെ കീഴിൽ വന്ന രാജ്യത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുന്നത് നിയമം പാലിക്കാതെയാണ് ഞങ്ങളുടെ രാജ്യത്തെ അവർ ഫതഹാക്കിയത് എന്ന് ആ രാജ്യക്കാരൊരു പരാതി പറയുമ്പോൾ അതിനെ വിസ്തരിക്കാൻ ഒരു കോടതി ഉണ്ടാക്കുകയും ഖാദിയെ ഉണ്ടാക്കുകയും ആ ഖാദിയുടെ തീർപ്പനുസരിച്ച് അവസാനത്തെ പട്ടാളക്കാരൻ വരെ ആ നാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നതിന് ഖാദി സാക്ഷിയാകണമെന്ന് പറഞ്ഞ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി. ഇതുപോലെ ഇസ്ലാമിക ചരിത്രത്തിലല്ലാതെ വാക്പാലനത്തിന് വേണ്ടി രാജ്യവും പട്ടാളവും യുദ്ധവും രാഷ്ട്രവും ഒക്കെ തിരികെ കൊടുക്കുന്ന വേറെ ഏതൊരു ചരിത്രമാണുള്ളത്? ഇങ്ങനെ ഏതേത് ചരിത്രത്തിലേക്ക് കടന്നുപോയാലും ഇസ്ലാമിന് പറയാനുള്ളത് നീതിയുടേതാണ്. നീതി പാലിക്കണമെന്നത് കേവലം പാലിക്കണമെന്ന് മാത്രമല്ല, വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു ഹുവ അഖറബു ലിത്തഖ്വ. ഒരു ജനവിഭാഗത്തോട് നിങ്ങൾക്ക് വിരോധമോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ അത് അനീതി ചെയ്യാൻ പ്രേരിപ്പിക്കരുത് എന്നാ പറഞ്ഞത്. അതവരോട് അനീതി ചെയ്യരുത് എന്നല്ല, അക്രമം ചെയ്യരുത് എന്നല്ല പറഞ്ഞത്, മറിച്ച് അലാ അല്ലാ തഅദിലു, അവർക്ക് അവകാശപ്പെട്ട നീതി നിഷേധിക്കാൻ നിങ്ങൾക്കത് കാരണമാവരുത്. അവരുടെ അവകാശപ്പെട്ട നീതി നിഷേധിക്കാൻ നിങ്ങൾക്കത് പ്രേരണയാവരുത് എന്ന് പറഞ്ഞു ഒരു മതം. ഇസ്ലാം പറഞ്ഞ് ഏതേതു കാര്യങ്ങൾ എടുത്തു നോക്കിയാലും ഒരു മനുഷ്യൻ അങ്ങനെ വളർന്നു വരുന്നു, അവൻ കുഞ്ഞായി വളർന്ന് യുവാവായി, കൗമാരക്കാരുടെ അവകാശങ്ങൾ ഇസ്ലാം ഏറ്റവും മനോഹരമായി വിവരിച്ചിട്ടുണ്ട്. യുവാക്കളുടെ കാര്യത്തിലാണെങ്കിൽ ഇസ്ലാമിന് ഇഷ്ടം പോലെ പറയാനുണ്ട്, സ്ത്രീകളുടെ കാര്യത്തിൽ പറയാനുണ്ട്, അടിമകളുടെയും ഉടമകളുടെയും കാര്യത്തിൽ പറയാനുണ്ട്. ഇസ്ലാം കൈവയ്ക്കാത്ത ഒരു മേഖലയില്ല. ഇസ്ലാമിൽ ഈ ചോദ്യത്തിന് ഉത്തരമില്ലെന്ന് പറയാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭൗതികതയുടെ തുടക്കവും ഒടുക്കം മാത്രവും മനുഷ്യന്റെ തുടക്കവും ഒടുക്കവും മാത്രമല്ല, ഒരു മനുഷ്യൻ ഗർഭപാത്രത്തിൽ നിന്ന് ജനിച്ചു വീഴുന്ന ഗർഭപാത്രത്തിലായിരിക്കുന്ന കാലം മുതൽ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണ് അങ്ങനെ അവൻ വളർന്ന് പിന്നീട് അവൻ യുവാവായി, കഹിലായി, മധ്യവയസ്കനായി, പിന്നെ ശൈബയായി, പ്രായം ചെന്ന് വൃദ്ധനായി, ഈ ഓരോ ഘട്ടത്തിലും ഇസ്ലാം കൃത്യമായി ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് അവന്റെ ബാധ്യത, എന്താണ് അവന്റെ അവകാശം, എന്തൊക്കെയാണ് അവന് കിട്ടേണ്ടത്, എന്തൊക്കെയാണ് അവൻ കൊടുക്കേണ്ടത്. അവിടെ അവസാനിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളൊക്കെ കാണുന്ന ഒരു ഗർഭഗൃഹത്തിൽ നിന്ന് മറ്റൊരു ഖബറിന്റെ ഗർഭഗൃഹത്തിലേക്ക് പോകുന്നത് വരെയുള്ളതല്ല ജീവിതം. പിന്നെ ഖബറിൽ എന്താണ് സംഭവിക്കുന്നത്, അവിടുന്ന് കഴിഞ്ഞ് മഹ്ശർ എന്താണ്, എവിടെയാണ് ചെന്ന് അവസാനിക്കുന്നത്, എവിടെയാണ് ജന്നത്തുൽ ഖുൽദ്, അവസാനിക്കാത്ത ശാശ്വതമായ സ്വർഗീയ ലോകം. ഇവിടെയാണ് തുടക്കത്തിൽ പറഞ്ഞ എന്താ ഇസ്ലാമിന് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ ഖുലിൽ ഹംദുലില്ലാ. സൂറത്തുൻ നംൽ പറയുന്നു, ഖുലിൽ ഹംദുലില്ലാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അല്ലാഹു ഖൈറുൻ അമ്മാ യുശ്രികൂൻ അമ്മൻ ഖലഖസ് സമാവാതി വൽ അർദ് വഅൻസല ലക്കും മിനസ് സമാഇ മാഅ ഫഅംബത്നാ ബിഹി ഹദായിഖ ദാത ബഹ്ജ മാ കാന ലക്കും അൻ تنبتوا شجرها أإله مع الله بل هم قوم يعدلون قل الحمد لله. الحمد لله തുടങ്ങുന്നു.
അൽഹംദുലില്ലാഹ് തന്നെയാണ് തുടങ്ങുന്നത്. അല്ലാഹുവിനാവുന്നു സർവസ്തുതിയും. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്നല്ല നമ്മൾ പറയുന്നത്. ലോകം മുഴുവനും മിൽഉസ്സമാവാതി വൽ അർദ്, ഉന്നതങ്ങളിൽ മാത്രമല്ല നാം ജീവിക്കുന്ന ഈ ഭൂമിയുടെ എല്ലാ മേഖലയിലും ഖുലിൽ ഹംദുലില്ലാഹ് വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ. വിശുദ്ധരായ അല്ലാഹ് തിരഞ്ഞെടുത്ത ആളുകൾക്ക് സമാധാനവും അല്ലാഹുവിന് സ്തുതിയും തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് സമാധാനവും ഇസ്ലാമിന് പറയാനുള്ളത്. ആരാണ് ഈ തിരഞ്ഞെടുക്കപ്പെട്ടവർ? വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ, തിരഞ്ഞെടുത്തവർക്ക് സമാധാനം. അല്ലാഹുവിന് സ്തുതി, തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധരായ അടിമകൾക്ക് സമാധാനം. ആരാണ് ഈ വിശുദ്ധരായ അടിമകൾ? നമുക്കറിയാം, ഖുർആൻ തന്നെ അത് വളരെ കൃത്യമായി പറയുന്നു. സുമ്മ ഔറസ്നൽ കിതാബല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിനാ ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി വമിൻഹും മുഖ്തസിദ് വമിൻഹും സാബിഖുൻ ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ് ദാലിക ഹുവൽ ഫദ്ലുൽ കബീർ. സുമ്മ ഔറസ്നൽ കിതാബ്, പിന്നെ നാം ഈ ഗ്രന്ഥം നൽകി, അല്ലാഹുവിന്റെ ഖുർആൻ നൽകി. ആർക്കാ നൽകിയത്? അല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിനാ, നമ്മുടെ അടിമകളിൽ നിന്ന് നാം വിശുദ്ധരായി തെരഞ്ഞെടുത്തവർക്ക് ഗ്രന്ഥം നൽകപ്പെട്ടവർ. എന്റെ പ്രിയപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ താൽപര്യമുള്ള പ്രിയപ്പെട്ട കേരളത്തിലെ മുസ്ലിം സുന്നത്ത് ജമാഅത്തിന്റെ ഉമ്മത്തെ, നമ്മളാണ് അല്ലാഹു ഗ്രന്ഥം നൽകിയതിന്റെ അവകാശികൾ. അല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിനാ, അവർക്ക് അല്ലാഹു തആല കിതാബ് നൽകിയത്. സുമ്മ ഔറസ്നൽ കിതാബ്, നമുക്ക് ഈ ഖുർആൻ കിട്ടിയിട്ടില്ലേ? അല്ലാഹുവിന്റെ കിതാബ് നാം നൽകിയത്. അല്ലാഹു പറയുകയാണ്, എന്റെ കിതാബ് ഞാൻ നൽകിയത് അല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിനാ, എന്റെ അടിമകളിൽ നിന്ന് ഞാൻ തെരഞ്ഞെടുത്തവർക്ക്. ഫമിൻഹും, അവരുടെ കൂട്ടത്തിൽ 3 വിഭാഗമുണ്ട്. ഞാനും നിങ്ങളും ഏതിലെന്ന് ഓരോരുത്തരും വേറെ ചിന്തിക്കണം. ഫമിൻഹും, ആ കിതാബ് നൽകപ്പെട്ടവരിൽ ഒരു വിഭാഗം ളാലിമുൻ ലിനഫ്സിഹി, ശരീരത്തോട് അതിക്രമം കാണിക്കുന്ന, തെറ്റു ചെയ്യുന്ന, തെമ്മാടിത്തം ചെയ്യുന്നവരും ഈ ഗ്രന്ഥം നൽകപ്പെട്ടവരിലുണ്ട്. വമിൻഹും മുഖ്തസിദ്, മധ്യാവസ്ഥ സ്വീകരിച്ച, വആഖറു ഖലഖു അമലൻ സാലിഹൻ വആഖറു സയ്യിഅ എന്ന് സൂറത്ത് തൗബയൊക്കെ പറഞ്ഞ, കുറച്ച് നല്ലതും ചെയ്യും, കുറച്ച് തെറ്റും ചെയ്യും. നന്മയുടെയും തെറ്റിന്റെയും ഇടയിൽ കൂട്ടിക്കലർത്തിയ ഒരു ഉമ്മത്തും മുഖ്തസിദ, മധ്യാവസ്ഥ സ്വീകരിച്ചവർ. എന്നാൽ വമിൻഹും, വേറെ ഒരു വിഭാഗമുണ്ടല്ലോ, അവർ സാബിഖുൻ ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുമതിയോടെ ഖൈറായ കാര്യങ്ങളിൽ മുമ്പേ പോകുന്നവരാ. വസാബിഖൂന സാബിഖൂന ഉലൈകൽ മുഖറബൂൻ എന്ന് പറഞ്ഞ, വല്ലദീന സബഖത് ലഹും മിനൽ ഹുസ്ന ഉലൈക അൻഹാ മുബഅദൂൻ എന്ന് സൂറത്തുൽ അംബിയായിലും പറഞ്ഞ ആ സാബിഖീങ്ങളായ ആളുകൾ ബിഇദ്നില്ലാഹ്. ദാലിക ഹുവൽ ഫദ്ലുൽ കബീർ, ഏറ്റവും വലിയ ഔന്നത്യവും ശ്രേഷ്ഠതയും വൈശിഷ്ട്യവും അതാ. നമുക്കെവിടെ നിൽക്കാൻ സാധിക്കും? മുസ്ലിം ഉമ്മത്ത് ഇസ്ലാം എന്ത് പറയുന്നു എന്ന് ചോദിച്ചാൽ, ഈ 3 വിഭാഗത്തെ പറ്റിയും ഹാഫിദ് ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിലും മറ്റും ഉദ്ധരിച്ചു. ഈ 3 വിഭാഗത്തിനെ പറ്റി മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞത്, ളാലിമുൻ ലിനഫ്സിഹി എന്നത് അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് രക്ഷപ്പെടുന്നവർ തന്നെയാ. കിതാബ് നൽകപ്പെട്ടവരെ പറ്റിയാണ് ഈ പറഞ്ഞത്. അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അവസാനമെങ്കിലും രക്ഷപ്പെടുന്നവർ. വമിൻഹും മുഖ്തസിദ്, നമ്മുടെ ഹബീബിന്റെ ശഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടുന്നവരാണ്. രണ്ടാമത് പറഞ്ഞ മുഖ്തസിദ് എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടുന്നവർ. മൂന്നാമത് പറഞ്ഞ സാബിഖുൻ ബിൽ ഖൈറാത്ത്, ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ കടക്കുന്നവർ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാം പറയുന്നത് അതാ. ഇസ്ലാം പറയുന്നത് ഖുലിൽ ഹംദുലില്ലാഹ് വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അല്ലാഹു ഖൈറുൻ അമ്മാ യുശ്രികൂൻ. അല്ലാഹു ആണോ ഖൈർ? അതല്ല ലോകത്ത് ഇവർ പറഞ്ഞുണ്ടാക്കുന്ന, അല്ലാഹു അല്ലാതെ ജനങ്ങൾ ആരാധിക്കുന്ന, അവർ ലോകത്തുണ്ടാക്കി വെക്കുന്ന ഒരുപാട് വിഗ്രഹങ്ങളാവട്ടെ, ആശയങ്ങളാവട്ടെ, സംവിധാനങ്ങളാവട്ടെ, അതിന്റെയൊക്കെ പുറകെ പോകുന്നതിനു പകരം റബ്ബിന്റെ പുറകിൽ പോവുക. സൂറത്തുൻ നഹ്ൽ പിന്നെയും 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 ഓരോരോ പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചുകൊണ്ട് ചോദിക്കുന്നു, ഇലാഹും മഅല്ലാഹ്, അല്ലാഹുവിനോടൊപ്പം വേറെ ഒരു ഇലാഹ് ഉണ്ടാകുമോ? അമ്മൻ യർസുഖുകും മിനസ്സമാഇ വൽ അർദ് അമ്മൻ യുജീബുൽ മുദ്ദറ ഇദാ ദഅഹു വയക്ഷിഫു സൂ അമ്മൻ യജഅലുകും ഖുലഫാ അൽ അർദ്. ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നിടത്തും ഇലാഹും മഅല്ലാഹ്, അല്ലാഹുവിനോടൊപ്പം വേറെ ഒരു ഇലാഹ് ഉണ്ടാകുമോ? നമുക്ക് ആലോചിക്കുക. റബ്ബ് മാത്രമാണ് ഒരേ ഒരു ഇലാഹ്. അത് വിശ്വസിക്കുന്ന മുസ്ലിം, ആ മുസ്ലിമിന് എത്തിപ്പെടാനുള്ള ഏറ്റവും ഉന്നതമായ മേഖലയാണ് സാബിഖുൻ ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്. നാം ആ പ്രതീക്ഷയോടെ തന്നെ മുന്നോട്ട് പോകണം. റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകുന്നത്
റബ്ബിന്റെ പ്രതീക്ഷയാ. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു അപകടം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്തിനെ പറ്റി നാം പറയാറുണ്ട്. ഇസ്ലാം എന്ത് പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബത്ത് ഇസ്ലാം ഏറ്റവും ഉച്ചത്തിൽ പറഞ്ഞതാ, അത് ഏറ്റവും ഉന്നതിയിൽ തന്നെ നിൽക്കുന്നതാ. ലോകത്തൊരു മനുഷ്യനും തർക്കിക്കാൻ കഴിയാത്ത വിധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനന്യനായി നിൽക്കുകയാ. മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനിഹി ഫജൗഹറുൽ ഹുസ്നി ഫീഹി ലം ഗൈറു മുൻഖസിമി. അല്ലാഹുവിന്റെ റസൂൽ അനന്യൻ തന്നെയാണ്, അതിലാർക്കും പങ്കില്ല. പക്ഷേ ആ മഹബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുമ്പോൾ അല്ലാഹുവോടുള്ള മഹബത്ത് മറന്നു പോവുകയാണ്. അല്ലാഹുവിനെ പേടിക്കാനും റസൂലുള്ളാഹിനെ സ്നേഹിക്കാനുമുള്ള ആളായി മാറിപ്പോവുകയാണ്. തീർച്ചയായും അല്ലാഹുവിനെ പേടിക്കണം, പക്ഷെ അതോടൊപ്പം റബ്ബിനെ സ്നേഹിക്കാനും കഴിയണം. വകാനൂ യദഊനനാ റഗബൻ വറഹബ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ അമ്പിയാക്കളൊക്കെയും റഗബൻ വറഹബ, പ്രതീക്ഷയോടെയും പേടിയോടെയും നോക്കിക്കണ്ടിട്ടുണ്ട്. പ്രതീക്ഷയോടെ നോക്കിക്കാണാനും നമുക്ക് സാധിക്കണം. സാദിഖും ബിൽ ഖൈറാത്തിന് മാത്രമല്ല, ളാലിമുൽ ലിനഫ്സിക്ക് പോലും അല്ലാഹുവിന്റെ റഹ്മത്തുണ്ടെന്ന് പറയുമ്പോൾ ഖുർആനിലെ ഏറ്റവും പ്രതീക്ഷയുള്ള ആയത്ത് എന്താണെന്നായിരുന്നു. ഒരു ദിവസം മഹാനായ സിദ്ദീഖുൽ അക്ബറും ഉമറുൽ ഫാറൂഖും ഉസ്മാൻ ഇബ്നു അഫ്ഫാനും അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും ജമിയ, ഇവരുടെ ചർച്ച അതൊക്കെയാ. അവരുടെ ചർച്ച ചൂടുപിടിക്കുന്ന സോളാറുകളായിരുന്നില്ല. അവരുടെ ചർച്ച ഇവിടെയുള്ള ഒരുപാട് മറ്റു സംവിധാനങ്ങളായിരുന്നില്ല. അവർക്ക് വർത്തമാനം പറയാനുണ്ടായിരുന്നത് ബാർകോഴകളും ബാർകോഡുകളുമായിരുന്നില്ല. അവരുടെ ചർച്ച ഇതൊക്കെയാ. ഖുർആനിൽ ഏറ്റവും പ്രതീക്ഷയുള്ള ആയത്തേതാ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ആയത്ത് ഞാൻ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പരീക്ഷിച്ചു ഓതി നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള ആയത്തായി തോന്നിയത് കുല്ലു യഅമലു അലാ ശാകിലതി ഫറബ്ബുകും അഅലമു ബിമൻ ഹുവ അഹ്ദാ സബീലാ. സൂറത്തുൽ ഇസ്രായിലെ നബിയെ തങ്ങൾ പറയണം, കുല്ലു യഅമലു അലാ ശാകിലതിഹി, ഓരോരുത്തരും തന്റെ താല്പര്യത്തിന് തന്റെ പ്രകൃതിക്കനുസരിച്ച് അമൽ ചെയ്യുന്നു. ഓരോരുത്തരും അവനവന്റെ പ്രകൃതിക്കനുസരിച്ച് അമൽ ചെയ്യുന്നു. റബ്ബുക്കും അഅലമു ബിമൻ ഹുവ അഹ്ദാ സബീല, നിങ്ങളുടെ റബ്ബിനറിയാം ഏറ്റവും നല്ല വഴിക്ക് പോകുന്നവനാരാ. സിദ്ദീഖുൽ അക്ബറിന് ഖുർആനിൽ ഏറ്റവും പ്രതീക്ഷയുള്ള ആയത്തായി ഇതാ തോന്നിയത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഗാഫിറുൽ ദംബി വഖാബിലുത് തൗബ് ശദീദുൽ ഇഖാബി ബിത്തൗൽ. ഗാഫിറുൽ ദംബി വഖാബിലുത് തൗബ്, ദോഷം പൊറുക്കുന്ന തൗബ സ്വീകരിക്കുന്ന റബ്ബ്, ദോഷം പൊറുക്കുന്ന തൗബ സ്വീകരിക്കുന്ന റബ്ബ്. ഉമർ അത് വിശദീകരിച്ചു. ഏറ്റവും പ്രതീക്ഷകളായിട്ടാകുന്നത് അങ്ങനെയാണ്. ഇത്രയോ സ്ഥലത്ത് പറഞ്ഞല്ലേ തൗബ സ്വീകരിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഗാഫിറുദ്ദംബാണ് ആദ്യം പറഞ്ഞത്, ദോഷം പൊറുക്കുന്നവനെന്ന് പറഞ്ഞിട്ടല്ലേ റബ്ബ് തൗബ സ്വീകരിക്കുമെന്ന് പറഞ്ഞത്. എന്താണ് അതിനർത്ഥം? തൗബ പോലും കാത്തിരിക്കാതെ ദോഷം സ്വീകരിക്കുന്ന ഒരു റബ്ബ് എനിക്കുണ്ട്. എന്റെ തൗബ റബ്ബ് കാത്തിരിക്കുന്നില്ല, അതൊക്കെ ഞാൻ പിന്നെ ചെയ്യുന്നതാ. എന്റെ ദോഷം അതിന്റെ മുമ്പേ ആൾറെഡി ഫർഗോട്ടൺ, പൊറുക്കപ്പെട്ടു പോയി. ഗാഫിറുദ്ദംബാണ് ആദ്യം പറഞ്ഞത്. ദോഷം പൊറുക്കുന്നവൻ പിന്നെയാ തൗബ സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞില്ലേ. എന്റെ റബ്ബതാണ് എന്റെ പ്രതീക്ഷയെന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു എന്ന് പറയുമ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല എന്ന് പറയുന്നു, നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം. എന്റെ അടിമകളോട് നബിയെ പറഞ്ഞു കൊടുക്കണം, ഞാൻ അങ്ങേയത്തെ കരുണ ചെയ്യുന്നവനും പൊറുക്കുന്നവനുമാണെന്ന്. ഇതാണ് എനിക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്നത്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് പ്രതീക്ഷ നൽകുന്നത് യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. തെറ്റ് ചെയ്ത എന്റെ അടിമകളോട് പറയണം, അള്ളാന്റെ റഹ്മത്തിൽ നിന്ന് നിരാശരാവരുത്. എനിക്കും ഈ അവസാനം പറയാനുള്ളത് അത് മാത്രമാണ്. ഈ വേദിയിലെ എന്റെ അവസാനത്തെ വാക്ക്, അള്ളാന്റെ റഹ്മത്തിൽ നിരാശരാവരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ ദോഷവും റബ്ബ് പൊറുക്കുന്നവനാ. അതാ അലി റളിയല്ലാഹു ഏറ്റവും പ്രതീക്ഷ നൽകുന്നതെങ്കിൽ എന്തേ സിദ്ദീഖ് റളിയല്ലാഹു അങ്ങനെയൊന്നും അല്ലാത്തവരായിട്ട് പ്രതീക്ഷ നൽകിയത്? സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കണ്ടുപിടുത്താണല്ലോ ഏറ്റവും വലിയ കണ്ടുപിടുത്തം. കുല്ലു യഅമലു അലാ ശാകിലതിഹി, ഇതിലെന്താ ഇത്ര വലിയ പ്രതീക്ഷ? ഓരോരുത്തരും അവനവന്റെ പ്രകൃതിക്കനുസരിച്ച് അമല് ചെയ്യുന്നു എന്നതിൽ എന്താ ഇത്ര പ്രതീക്ഷ? അത് പറഞ്ഞിട്ട് ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അല്ലാഹുവേ ഞങ്ങളൊക്കെ ഞങ്ങളുടെ പ്രകൃതിക്കനുസരിച്ച് അമല് ചെയ്യുന്നു, അത് തെറ്റ് വരുന്നതാണ്, തെറ്റു ചെയ്യുന്ന പ്രകൃതിയാണ് ഞങ്ങളുടേത്. നീയാണെങ്കിലോ നിന്റെ പ്രകൃതി റബ്ബേ, നിന്റെ തബിയത്ത്, നിന്റെ ശാകിലത്ത് ദോഷം പൊറുക്കലാണല്ല റബ്ബേ. ഞങ്ങൾ എത്ര തെറ്റ് ചെയ്താലും നിന്റെ പ്രകൃതി ദോഷം പൊറുക്കലാണ്. ആ ഒരു പ്രകൃതിയിൽ നീ നിന്റെ പ്രകൃതിക്കനുസരിച്ചാണല്ലോ, നീ ബിമാ അൻത അഹ്ലുല്ലഹു, നിനക്ക് അഹ്ലായതല്ലേ നീ ചെയ്യുക. ഞങ്ങളുടെ ദോഷമല്ല, നിന്റെ
പ്രകൃതിയാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പ്രതീക്ഷയോടെ നമ്മൾ മുന്നോട്ട് പോകണം. ഇസ്ലാം നമ്മളോട് പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ പറയുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.